ഇതാ നമ്മുടെ എല്ലാ വർഷത്തെയും ക്രിസ്മസ് കേക്ക്, അതായത് ബേക്കിംഗ് തുടങ്ങിയ നാൾ മുതലേ നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങുന്നതാണ് കേട്ടോ ധന്യ ചേച്ചി. അങ്ങനെ ദാ ചേച്ചിക്ക് കേക്കുമായിട്ട് ഏകദേശം ഒരു രാത്രി 9:30 മണിയായപ്പോൾ ഞാൻ കേക്കും പാക്ക് ചെയ്ത് ഇറങ്ങുവാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഈ ഒരു വീഡിയോ, കേക്ക് പാക്ക് ചെയ്യുന്ന വീഡിയോയും കൊണ്ടുപോയിടുന്നൊരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ എനിക്കൊരു കമൻറ്റ്, ഒരു വ്യക്തി ഇട്ട കമൻറ്റാണ്, നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ അറിയില്ല, നിങ്ങൾ പോയി കേക്ക് ആദ്യം ബേക്ക് ചെയ്യാൻ പഠിച്ചിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറയട്ടെ അല്ലേ, പറയുന്നവരെന്തും അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. പക്ഷേ എന്നുണ്ടെങ്കിൽ ചേച്ചി കുറച്ച് എന്നെ ഒന്ന് വൈറലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം 50ഓളം സബ്സ്ക്രൈബറും എനിക്ക് അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഞാൻ കേക്ക് കൊടുക്കാനായിട്ട് ഇറങ്ങുവാണ്. സമയം ദാ 9:32 ആയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ചേച്ചിയെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ധൃതി പിടിച്ചിറങ്ങുമ്പോൾ വിളിച്ചു പറയാനായിട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ ആട് കിടന്നെടുത്ത് പൊടിയില്ല എന്ന് പറയുന്നത് പോലെ അവർ ലൈറ്റൊക്കെ കിടക്കാനായിട്ടുള്ള പുറപ്പാടായിരുന്നു. അവർ സത്യം പറഞ്ഞാൽ ഈ കേക്കിൻ്റെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മറന്നില്ല. കാരണം കഴിഞ്ഞ വർഷം കേക്ക് കൊണ്ടേ കൊടുക്കാൻ ഞാൻ മറന്നുപോയിട്ട്, തിരക്കിൻ്റെ ഇടയ്ക്ക് മറന്നുപോയിട്ട് ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കേക്ക് കൊണ്ടേ കൊടുക്കാനായിട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ വെച്ച് പിടിച്ച് രാത്രിയായപ്പോൾ കേക്ക് കൊടുക്കാൻ അവിടെ ചെന്നു. അങ്ങനെ ഞാൻ വണ്ടിയുടെ ഹോൺ അടിച്ചപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് ചോദിച്ചു, അയ്യോ എന്നെ വിളിച്ചില്ലല്ലോ, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ മറക്കില്ല കേക്ക് തരണ കാര്യം എന്ന് പറഞ്ഞ്. അങ്ങനെ കേക്കുമായിട്ട് ചേച്ചിയേ എന്നും പറഞ്ഞ് ഞാൻ ചേച്ചിയുടെ വീടിൻ്റെ വാതിക്കൽ നിന്ന് വിളിക്കുവാണ്. അപ്പോൾ ഒരു ഹോണടി കേട്ടു. ചേച്ചി ലൈറ്റൊക്കെ ഇട്ടു. ചേച്ചി മന്ദം ഇറങ്ങി വരുന്നുണ്ട്. അയ്യോ കുഞ്ഞാറ്റ ഉണ്ടോ കൂടത്തിൽ, അതായത് മോളും കൂടുതലുണ്ട്. കുഞ്ഞാറ്റേനെ ഭയങ്കര ഇഷ്ടമാട്ടോ. കുഞ്ഞാറ്റയും ധന്യാൻ്റെയും തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ തമ്മിൽ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീടൊക്കെ വെച്ച് അങ്ങ് മാറിയത്. അങ്ങനെ ചേച്ചി ഇറങ്ങി വന്നു. കേക്ക് ഞാൻ കൊടുത്തു. എല്ലാ വർഷത്തെയും പോലെ ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷമായി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. മറ്റൊരു വീഡിയോ